ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൈകൾ. അപ്പോൾ കൈകൾ വരണ്ടു പോവുക, അല്ലെങ്കിൽ നഖങ്ങൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ, കുഴിനഖം, ഇതുപോലെ കുറേ പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർക്കാണെങ്കിൽ തഴമ്പ് വരിക, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കൈകളിൽ കാണാറുണ്ട്. അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹോം റെമഡി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യാതെ നമ്മളിപ്പോൾ വിടുകയാണ് പൊതുവേ ചെയ്യുന്നൊരു കാര്യം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഡാർക്കായി അല്ലെങ്കിൽ ഒരുപാട് മോശമായി കഴിഞ്ഞ് ഒരുപാട് ചുളിവുകളൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതൊന്ന് ശരിയാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് ശരിയാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായി തീരും. അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നെയിൽ കെയറിലും അതുപോലെ തന്നെ കൈവിരലുകൾ, അതുപോലെ തന്നെ കൈപ്പത്തി, ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇന്നൊന്ന് നോക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് വരുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളെന്ന് കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കയ്യിൽ നെയിൽ പോളിഷ് ഇട്ടവരാണെങ്കിൽ ഫസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്ത് കളയുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ ഡാസ്ലറിൻ്റെ നെയിൽ പോളിഷ് റിമൂവറാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് ഒരു കോട്ടണിലെ അതൊരല്പം എടുത്തതിന് ശേഷം നമ്മുടെ വിരലുകളിലൊക്കെ നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കുക. ഇപ്പോൾ നെയിൽ പോളിഷൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത്, നഖം കൂടുതൽ വളർന്നിട്ടുണ്ടെങ്കിൽ അതൊരു നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നെയിൽ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് നഖത്തിൻ്റെ അരികളൊക്കെ നമുക്കൊന്ന് രാഗി കറക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇളം ചൂടുള്ള കുറച്ച് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഷാമ്പൂ നമുക്ക് ചേർത്ത് കൊടുക്കണം. കൈകൾ മുക്കി വെക്കാനായിട്ട് വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൈ മുക്കാവുന്ന പാകത്തിനുള്ള നേരിയ ചൂട് മാത്രമേ ആകാവുള്ളൂ. ഒരുപാട് ചൂടൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കൈ മാത്രമാണ് മുക്കിയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കൈയിലും അതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ കയ്യിൽ നല്ലെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈ ഇങ്ങനെ മുക്കി വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർ ആ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൈ നമ്മളൊരു 20 മിനിറ്റാണ് ഇങ്ങനെ മുക്കി വെച്ചിരിക്കേണ്ടത്. അപ്പോൾ നഖത്തിൻ്റെ ഇടയിലുള്ള അഴുക്കും കാര്യങ്ങളും ഒക്കെ പോകും. അതുപോലെ തന്നെ നഖം വെട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ മുക്കി വെച്ചതിന് ശേഷം നഖം വെട്ടുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് നഖം വെട്ടാൻ പറ്റും. നമ്മുടെ നഖമൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കറക്റ്റായിട്ട് നമുക്ക് വെട്ടിയെടുക്കാനും സാധിക്കും. അത് കഴിഞ്ഞ് കുഞ്ഞു പിള്ളേരുടെയൊക്കെ ആണെങ്കിൽ നമ്മൾ കുളിച്ചതിന് ശേഷം നഖം വെട്ടുവാണെങ്കിൽ ഈസി ആയിട്ട് നഖം വെട്ടാൻ പറ്റും. അപ്പോൾ ഞാനിതിന് ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. നമ്മുടെ നഖങ്ങളുടെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്കൊരു അല്പം ഉപ്പ് കൂടി എടുക്കാം കേട്ടോ. നമ്മൾ ഒരാഴ്ച നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച നെയിൽ പോളിഷ് ഇടാതിരിക്കുക. അപ്പോൾ നഖങ്ങളിലെ ആ പാടും കളറും ഒക്കെ വരുന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ബഡ് ഓറഞ്ചിൻ്റെ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. റെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ തഴമ്പൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഇത് സഹായിക്കും. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈപ്പത്തിയിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വർദ്ധിക്കും. അത് നമ്മുടെ ഫുള്ളായിട്ടുള്ള ആരോഗ്യത്തെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് കേട്ടോ. ഇതൊരു സൗന്ദര്യ സംരക്ഷണം എന്ന രീതി മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിന് കൂടി നല്ലതാണ്. ഇപ്പോൾ കുഴിനഖമൊക്കെ ഉള്ളവർ ഇതുപോലെ തന്നെ നാരങ്ങ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്, ഉള്ളവരല്ല വരാതിരിക്കാനായിട്ട് ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം വരികയില്ല. റിപ്പീറ്റഡായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഉപയോഗിച്ചിട്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് കഴുകിയെടുക്കുക. നമുക്കിത് കുറച്ച് നേരം വേണമെങ്കിൽ വെച്ചിരിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ വേണമെങ്കിൽ വെച്ചിരിക്കാം, സമയമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കൈ നല്ല ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. ഈ വെള്ളം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ട്, ഒരു ടവൽ എടുത്തിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈയൊക്കെ തുടച്ച് വൃത്തിയാക്കിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ കയ്യിലൊരു പാക്ക് ഇടാനാണ് പോണത്. സൺലൈറ്റൊക്കെ അടിച്ചിട്ട് നമ്മുടെ കയ്യിൽ കരുവാളിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കരുവാളിപ്പ് ഏറ്റവും കൂടുതൽ വരുന്നത് കൈകളിലാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഒന്നുമില്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ഒക്കെ സോപ്പും വെള്ളവും ഒക്കെ ആയിട്ട് പ്രയോഗിക്കുന്നതാണ് നമ്മുടെ കയ്യിലേക്ക്. അപ്പോൾ അതിനെ ഒന്ന് ബെറ്ററാക്കി എടുക്കാനായിട്ട് നമ്മളൊരു പാക്ക് തയ്യാറാക്കി ഇടാൻ പോകണം. അപ്പോൾ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം.
അപ്പോൾ നമ്മൾ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഓട്സ് പൊടിച്ചത് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർക്കുന്നത് കസ്തൂരി മഞ്ഞളാണ്. ഒരു 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ്, ഇപ്പം ഞാനിത് ബഡ് ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. ഇതല്ലെങ്കിൽ നാരങ്ങ നീര്, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് നാരങ്ങ നീര്, ഇല്ലെങ്കിൽ തക്കാളിയുടെ നീര്. ഇതിൽ 3 ഓപ്ഷനുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മളിതിലേക്ക് ചേർത്താൽ മതി. ഇത് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കൂടി കിട്ടുന്നുണ്ട് ഈ നാരങ്ങയുടെ നീരൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ. ഇതിൻ്റെ നീര് ഫുള്ളായിട്ട് നമ്മൾ ഇടുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ചെറിയൊരു മസാജിങ് എഫക്റ്റൊക്കെ നമ്മുടെ കൈകൾക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ പാക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ച് ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നഖങ്ങളിൽ മഞ്ഞ നിറമാണ്. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. നമ്മൾ നെയിൽ പോളിഷ് സ്ഥിരമായിട്ട് ഇടുന്നവരാണെങ്കിൽ മഞ്ഞ നിറം വരാം. അതുപോലെ ക്വാളിറ്റി ഇല്ലാത്ത നെയിൽ പോളിഷ് ഇടുവാണെങ്കിലും മഞ്ഞ നിറം വരാം. അതുമല്ലാതെ തന്നെ ഹെൽത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് മഞ്ഞ നിറം വരാറുണ്ട്. പണ്ട് എനിക്കൊരു പറ്റി എൻ്റെ കൈ നഖം മുഴുവനും മഞ്ഞ കളറായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ESA ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അങ്ങനെ ഡോക്ടർ വേറൊരു ഡോക്ടറിനെ റെഫർ ചെയ്തു. അങ്ങനെ പോയി അവരും എന്തൊക്കെ വലിയ പ്രശ്നങ്ങളാണെന്ന് കരുതിയത്. സംഭവം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അന്ന് അതിനു മുമ്പ് യൂസ് ചെയ്ത നെയിൽ പോളിഷിൻ്റെ പ്രശ്നമായിരുന്നു. നെയിൽ പോളിഷ് ക്വാളിറ്റി കുറഞ്ഞതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ നഖങ്ങളുടെ നിറവ്യത്യാസം നല്ല രീതിയിൽ വരും. അപ്പം അതുകൊണ്ട് തന്നെ നെയിൽ പോളിഷ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ അത് റിമൂവ് ചെയ്ത് കളയാൻ കൂടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നല്ല നെയിൽ പോളിഷ് അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നഖങ്ങൾ പൊട്ടിപ്പോവുക, അതുപോലെ തന്നെ കുഴിനഖം വരിക, കറുത്ത് വരിക, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നെല്ലിക്ക ഡെയിലി ഒരെണ്ണം വീതം കഴിച്ചാൽ മതി. ആ പ്രശ്നം മാറിക്കിട്ടും. അത് നല്ല 100% റിസൾട്ടുള്ള, പലർക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് മറക്കാതെ ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നത്തെ പറ്റി പറയാവേണ്ട ഒരു കാര്യമില്ല. എൻ്റെ കൈ ഇതേ നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ഡ്രൈ ആക്കുന്നില്ല. അപ്പം ഞാനിതൊന്ന് കഴുകാനാണ് പോണത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് നനക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നനച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കയ്യിലൊരു ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് പോകാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മോയ്സ്ചറൈസറൊക്കെ കയ്യിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതല്ലേ. അപ്പം ഞാനിത്തിരി മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കിൻ ഓയിൽസൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പപ്പയ ഓയിൽ, ക്യാരറ്റ് ഓയിൽ, അതുപോലെ ബീറ്റ്റൂട്ട് ഓയിൽ, ഇതൊക്കെ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും. അതുപോലെ തന്നെ കൈകളുടെ നിറം വെക്കും, ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാനായിട്ടും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതെന്ന് ഞാൻ അറിയുന്നത് നിങ്ങളെ കമൻസിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.